എടേ കോലപ്പാ, നീ പേപ്പറിൽ വായിച്ചോടാ. എന്താ സംഭവം? എന്ത് സംഭവമെന്നോ? ആദ്യം തുപ്പിക്കളാ. കാര്യം എന്താ? എന്റെ മോള് ഗംഗയുണ്ടല്ലോ, സംസ്ഥാനത്ത് +2-ന് സെക്കൻഡ് റാങ്ക് കിട്ടി പാസ്സായടാ. ഗംഗ നല്ല വിവരമുള്ള പെണ്ണ, അവിടെ അമ്മയെ പോലെ അതാ റാങ്ക് മേടിച്ച് പാസ്സായേ. എടാ കോലപ്പാ, 6 മാസം ടൈഫോയിഡ് പിടിച്ച് കിടന്നിട്ട് നിന്റെ അഹങ്കാരം കുറഞ്ഞില്ലേടാ? അമ്പിളിച്ചേട്ടോ, എന്റെ മോക്ക് 2ാമത്തെ റാങ്ക് ഉണ്ട് കേട്ടോ. മുതലാളി, ഒരു കാര്യം പറയാൻ വന്നതാ. ആരായത്? വാ വാ, ഇരി ഇരി. എന്താണ് വേണ്ടേ? സുഖമാണോ? അമ്മായിക്ക് എന്ത് പറ്റി? ഡോക്ടർ? അതിനെന്താ, ഡോക്ടർക്ക് വരാൻ പാടില്ലേ? എന്റെ ചേച്ചി കാണാൻ ചുമ്മാ വന്നൂടെ? ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന. നെഞ്ചുവേദനയോ? പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? ആന്ധ്രവായു ആയിരിക്കും, ഇഞ്ചി കഷായം കഴിച്ചാ മാറും. ഇത് കൊള്ളാല്ല, എന്റെ കഞ്ഞില് മണ്ണിടല്ലേ? അയ്യോ, അതൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ലേ. പക്ഷെ എന്റെ ഗംഗമോൾ ഇപ്പൊ 12ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കുണ്ട്. പേപ്പറിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. നിർത്ത്, നിന്റെ വായ വേദനയ്ക്ക് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഗംഗ 12ാം ക്ലാസ് സംസ്ഥാനത്ത് 2ാം റാങ്കിൽ പാസ്സായത്. വെറും 4 മാർക്കിന് 1ാം റാങ്ക് കിട്ടാതെ പോയി. വേല് നാട്ടിലെല്ലാവരോടും നടന്നു പറഞ്ഞു. ഇവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെയും വന്ന് പറഞ്ഞു കഴിഞ്ഞു. എടി പെണ്ണേ, 4 മാർക്കിന് 1ാം റാങ്ക് കൊണ്ട് കളഞ്ഞില്ലേ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതും പിടിക്കാൻ വരുന്നില്ലേ? എടുത്താ നിങ്ങളുടെ ഈ കാണുന്ന സ്വത്തല്ലേ എന്റെ പേർക്ക് എഴുതി തരുവോ? എന്തിനാ വേലു പെങ്കൊച്ചിനെ വരട്ടുന്നേ? സ്വത്തല്ലേ, അതൊരു വലിയ കാര്യാണോ? ഇവിടെ പേരിൽ എഴുതിയ കാര്യം കഴിഞ്ഞു. അയ്യോ, ചുമ്മാ പറഞ്ഞല്ലേ. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ, ഞങ്ങക്ക് വേണ്ട. അപ്പൊ റാങ്കുകാരിക്ക് വേറെന്താ വേണ്ടേ? ആ പയ്യനൊന്ന് കാണണം. എന്നെക്കാളും 4 മാർക്ക് അധികം വാങ്ങിയവന്. എന്തിനാ? എന്നെ തോപ്പിച്ചവന്റെ കൈവേരെല്ലാം മുറിക്കണം. എന്റെ അമ്മോ, എന്താ ഇവിടെ നാക്ക്? എത്ര നന്നായിട്ടാ നീ മോളെ വളർത്തിരിക്കുന്ന വേലു. അവളെ ഇവിടെ നിർത്തിയിട്ട് പോക്കോ. എന്തിനാ നീ വളച്ചു കെട്ടുന്നേ? നിന്റെ മോള് ഗംഗയെ എന്റെ മകൻ ആദിശേഷന് കെട്ടിച്ചു തരുമോന്നാ അവള് ചോദിച്ചേ. എന്ത് പറയുന്നു? മൗനം സമ്മതം. അപ്പൊ വേലു സമ്മതിച്ചു എന്നല്ല അർത്ഥം. മുതലാളി, ഇത് ഇവിടുന്ന് എന്നോട് ചോദിക്കണോ? ഇതെന്റെ മോളുടെ മഹാഭാഗ്യെന്ന് ഞാൻ പറയും. എന്റെ പിള്ളേര് പഠിച്ചത്, ഞാൻ ഇത്രയൊക്കെ ആയത് എല്ലാം ഇവിടുത്തെ ദയോണ്ടാ. ഇവിടുത്തെ സ്വത്തിന് പകരം തരാൻ എൻ്റെ ഒന്നുമില്ല. പക്ഷേ ഈ സ്നേഹത്തിന് പകരം തരാൻ എനിക്ക് പറ്റും മുതലാളി. ഈ ആലോചന നിങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് മുതലാളി. കിടക്കുന്നോള് കിടന്നോട്ടെ, കിളവിയെ പിടിച്ച് കെട്ടിക്കുന്നു പറഞ്ഞ പോലെ ഇത്. എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ഇവരോട് ആര് പറഞ്ഞു? കല്യാണം 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 വേണ്ട, എനിക്കൊരു മണ്ണ കെട്ടി വേണ്ട. മുതലാളിയുടെ മോനാന്ന് വെച്ച് ആ കൊന്തൻ മഹാരാജാവൊന്നുമല്ലല്ലോ. അവന്റെ പേര് നോക്ക്, ആദിശേഷൻ. അത്ര ആദിശേഷൻ മുടിഞ്ഞു പോണേ അവൻ. ഒന്ന് വന്നേടോ സാറേ. ദിനേശേ, നീ ഒന്ന് കാണിച്ചു കൊടുക്ക. ഇതെന്താ മാവാ താലത്തിൽ പഴമൊക്കെ ആയിട്ട്? മരുമോനെ, നിന്റെ വീട്ടിൽ പോയി അടഞ്ഞു കിടക്കുവാ. അതുകൊണ്ട് നിന്നെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. ഓട്ടുതാ, നമ്മുടെ ഗംഗയ്ക്ക് കല്യാണം പറഞ്ഞു ഉറപ്പിച്ചു. പയ്യൻ വേറെ ആരുമല്ല, ഉള്ളൂരുള്ളതാ. നമ്മുടെ ഭരതം പിള്ളയുടെ മകൻ ആദിശേഷൻ. ആദിയോ? അവനും എന്റെ സ്റ്റുഡന്റാ. വോളിബോൾ അവൻ എടുക്കണ. വരുന്ന വെള്ളിയാഴ്ച നിശ്ചയം വെച്ചിരിക്കുക. മൂത്ത മരുമകനല്ലേ നീയെ? നേരത്തെ ഒന്ന് നടത്തി തരണം. തിരുനെല്ലൂർ ഇറങ്ങേണ്ടവരൊക്കെ ഇറങ്ങ. വേഗം ആവട്ടെ ചേട്ടാ. ഒന്ന് വഴി മാറി കൊടുക്ക്. സിറ്റിന്ന് എനിക്ക് ജീൻസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നോ? ജീൻസോ? ഡാ, അമ്മയ്ക്ക് സുഖമെല്ലാം നിറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് വന്നാ ഞാൻ. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് എന്താ പറ്റിയേ? അത് പെട്ടെന്നെടുത്ത തീരുമാനോ? അതെ, ഓപ്പറേഷൻ. ഓപ്പറേഷനോ? അമ്മയ്ക്കോ? അതെ, മകന് ഡുണ്ടും പീപ്പി. ഡേയ്, നിനക്ക് ജീൻസ് വേണമെന്ന് പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. ജീൻസ് മാത്രമാക്കണ്ട, ഒരു ഷർട്ടും മാച്ച് തരാം. താങ്കു. ഡുണ്ടുമുണ്ടോ അതിനും? നീ എങ്ങനെ അറിഞ്ഞു? എന്ത്? നിനക്കാണ് ഡുണ്ടോന്ന്? അയ്യോ, കള്ളി വെളിച്ചത്തായോ. അമ്മേ, അല്ല, ആരായത്? വാ മോനെ. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്ത് പറയാനാ, അവനല്ലേ അറിയാവുന്നേ. എടേ മരുമോനെ, നിന്റെ അമ്മയ്ക്ക് പൾസ് റേറ്റ് കുറവാ. പേസ് മേക്കർ ഫിറ്റ് ചെയ്യണോന്ന്. എന്നാ പിന്നെ ഒരു നല്ല ആശുപത്രി നോക്കി ഫിക്സ് ചെയ്യാൻ മേലായിരുന്നോ? ഫിക്സ് ചെയ്തു, അടുത്ത മാസം. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അതിനെനിക്ക് വിഷമമൊന്നുമില്ല മോനെ. ശരീരത്ത് കത്തി വെച്ചോ എന്ത് വേണമെങ്കിലും ഫിക്സ് ചെയ്തോ. അതിനു മുമ്പ് നിന്റെ കല്യാണം എന്റെ കണ്ണുകൊണ്ട് കാണണം മോനെ.
എന്റെ ഓപ്പറേഷന് മുമ്പ് നിന്റെ കല്യാണം നടന്നാലേ അത് നടക്കൂ. എന്താ അമ്മ ഇത് അതും ഇതും കൂടെ കൂട്ടി കുഴക്കുന്നത്? കൂട്ടി കുഴച്ച് സദ്യ കഴിച്ച് തീരുമാനം എടുത്തു. എല്ലാവർക്കും പ്രാന്ത തലയ്ക്ക്. അമ്മാവ ഈ ഡോക്ടർ തൊഴിലൊക്കെ എങ്ങനെ പോകുന്നു? ഗോയിങ് സ്റ്റഡി. അപ്പൊ എന്തിനാ മാമപ്പണി, ഈ ബ്രോക്കർ പണി? ആരാ അമ്മ ഈ പെണ്ണ്? അമ്മാവ ഉള്ളത് പറ, അമ്മയ്ക്ക് ആരോഗ്യം പ്രശ്നമുണ്ടോ? എടാ മരുമോനെ, ഇന്ന വരെ നീ നിന്റെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാം അഭിനയ. പിന്നല്ലാതെ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖമാണെന്ന് തോന്നിയാ മതി, ആകെ ചളവാക്കില്ലേ. അപ്പൊ ഈ കല്യാണം അതുപോലെ തന്നെയാ? അത് നടക്കില്ല. അത് ഒളിഞ്ഞു കേൾക്കണം. അമ്മേ ഒരു അസുഖമില്ല, ഈ വേഷം കെട്ട് നടത്തല്ലേ, ഒരു ഡ്രാമയും നടക്കുകയല്ല. ഞാൻ നെഞ്ചുവേദന എടുത്ത് പാടുപെടുന്നത് നിനക്ക് ഡ്രാമയാണല്ലേ? ഓരോന്നും ഉണ്ടാക്കി പറഞ്ഞു കരയല്ലേ അമ്മേ? അതെ, നിനക്കിനി അതും കാണണല്ലേ? എല്ലാരും കൂടെ എന്റെ ശവത്തിന് ചുറ്റുമിരുന്ന് കരയുന്നത്. അത് കഴിയുമ്പോഴേ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കൂ. അമ്മേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരുത്തി എന്റെ തലയെ കെട്ടിവെക്കാന്ന് വിചാരിക്കണ്ട, അത് നടക്കുകയല്ല. എടാ മോനെ, എപ്പോഴാ നീ വന്നേ? വന്നിട്ട് അരമണിക്കൂർ അയച്ചാ. എന്തെങ്കിലും കഴിച്ചോ? ഇല്ലച്ചാ, കഴിക്കാവുന്ന ഒരു നിലയിലല്ല. അതെന്താ? അമ്മയ്ക്ക് ഇങ്ങനെ ആരോഗ്യം ശരിയില്ലാത്തത് ഓർത്താ ചോറും വെള്ളം ഇറങ്ങോ? കള്ളപ്പയ്യൻ. എടാ നീ പട്ടിണി കിടക്കല്ലേ, നിന്റെ ആരോഗ്യം പോവും. കൂട്ടാ, എന്നോട് പറഞ്ഞതന്നെ നിന്റെ അപ്പനോടും പറ. അവൻ എന്താ പറയുന്നേ? അല്ല ഈ മെഷീൻ വെച്ച് മിഷ്യൻ അല്ലടാ, പേസ് മേക്കർ. അത് തന്നെ. ഓപ്പറേഷൻ ലേറ്റ് ആക്കാതെ ചെയ്താ പിന്നെ ഒട്ടും വൈകില്ലടാ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ശ്രീചിത്രയില്. അതിനു മുമ്പ് നിന്റെ കല്യാണം നടന്ന് കാണണമെന്ന് നിന്റെ അമ്മയുടെ ആഗ്രഹമാ മോനെ. തുപ്പൽ കൊളാമ്പി എന്തോ നട ഇവിടെ തപ്പുന്നേ? അല്ല, ഈ മുറിപ്പാവാടയൊക്കെ ഇട്ട് ആമ്പിള്ളേരെ പോലെ മുടി വെട്ടിയ ഒരു പെണ്ണില്ലേ, ആ പെണ്ണിന്റെ ഒരു ഫോട്ടോ കിട്ടുമോ നോക്ക. ആരാടെ ഈ മുറിപ്പാവാട? ആണിന്റെ മുടി. അത് തന്നെടേ എന്റെ അനിയത്തിയുടെ ഫോട്ടോ. അനിയത്തിയോ? നീ ലവ് അടിക്കുന്നില്ലടേ. ഞാൻ ലവ് അടിക്കുന്ന ഏതവളാടേ? എടേ, നീ നഗരത്തിൽ പഠിക്കുക, നമ്മുടെ നാട്ടിലുള്ള പെണ്ണിനെ കെട്ടുകയിലാന്ന് വാശി പിടിക്കുക. അതിന്റെ അർത്ഥം എന്താ? നഗരത്തിലെ ഏതോ ഒരു പെണ്ണിനെ ലവ് അടിക്കുക. നഗരത്തിലെ ലവ്? എനിക്ക് ലവ് ഇല്ല, ഒരു മണ്ണുമില്ല. എനിക്കിപ്പോ ഉടനെ കല്യാണം വേണ്ട, അത്രേ ഉള്ളൂ. അതെന്താണെന്ന്? ഡേ, എനിക്ക് ആ പെണ്ണെ കാണണം. ഏത് പെണ്ണ്? അത് തന്നെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന തടിച്ചു പറവില്ല അവളെ. ഗംഗയോ? അതെ. ആദിക്ക് ഗംഗയെ കാണണോ? മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, വിളിച്ച ആളെ കൂട്ടരുത്. ആ പെണ്ണിനെ എനിക്ക് ഒറ്റയ്ക്ക് കാണണം. നടക്കോ? നടക്കൂന്ന്. ഇപ്പൊ പിടിവിട്ടു. നാളെ പെണ്ണ് കാണൽ സിനിമ.